ഓക്കെ, തുടങ്ങിയാലോ? റെഡി അല്ലേ? ശ്രുത, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഓക്കെ, ഇന്ത്യയിൽ കൂടുതൽ മഴ ലഭിക്കുന്ന എവിടെയാണത്? ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാലോ. എന്താണ് ഏറ്റവും കൂടുതൽ ക്ലൗഡ്സുകൾ, മേഘങ്ങൾ കാണുന്നതും എവിടെയാണ് ഫോർമേഷൻ ഉണ്ടാവുന്നതും? യെസ്, മേഘാലയയിൽ തന്നെ ഉണ്ട് മേഘങ്ങൾ അല്ലേ. ഓക്കെ, ഗുഡ്. സതി സമ്പ്രദായത്തിനെതിരെ പോരാടിയ വ്യക്തി രാജാറാം. വെരി ഗുഡ്. രാജാറാം മോഹൻ റോയിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി പറയാലോ. വെരി ഗുഡ്. ഇന്ത്യൻ നവോത്ഥാനത്തിന് ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓക്കെ. തായ്ലാൻഡിന്റെ ഓൾഡ് നെയിം എന്താണ്? ഓക്കെ, ഗൗതം അറിയില്ല? അതെ. ഓക്കെ, നെക്സ്റ്റ്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചുവല്ലോ. വർഷം ഒന്ന് പറയൂ. എന്നാ ഒരു ക്വസ്റ്റ്യനും കൂടി. ഏതൊക്കെ മന്ത്രിമാരാണ്, പ്രധാനമന്ത്രിമാരാണ് ഇതിന് നേതൃത്വം നൽകിയത്? ഏത് രാജ്യത്തിൻ്റെ? നമ്മുടെ ഇന്ത്യയുടെ അല്ലേ. ഓക്കെ. ചൈനീസ് മന്ത്രി ആരായിരുന്നു? ചവൻ ലായ്. ആരാണ്? ചവൻ ലായ്. ഓക്കെ. കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകത്തിന് സമീപമുള്ള പ്രതിമ ആരുടേതാണ്? തിരുവള്ളുവർ. വെരി ഗുഡ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ കേരളത്തിലെ ഇന്ത്യൻ സ്റ്റാമ്പുകളിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ട മലയാളി? അങ്ങനെയെങ്കിൽ ശ്രീലങ്കയിലോ? അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട വുമൺ ആരാണ്? ഓക്കെ, വെരി ഗുഡ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത്? ഓക്കെ. ഇന്ത്യൻ ഭരണഘടന ഇത്ര മൗലികാവകാശങ്ങളാണ് ഉറപ്പാക്കുന്നത്? എന്നാൽ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് ഇത് കാണപ്പെടുന്നത്? വെരി ഗുഡ്. അപ്പോൾ ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓക്കെ. ചരിത്രത്തിന്റെ പിതാവ് ആരാണ്? ഹെറഡോട്ടസ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്? അതെ, നമ്മുടെ ഭരണഘടന ശില്പി ആരാണ്? അംബേദ്കർ. ഓക്കെ. നെക്സ്റ്റ്. ഫുള്ളായിട്ട് തയ്യാറാക്കിയെന്ന് പറഞ്ഞ ഒരു ഭരണഘടനാ അസംബ്ലി നമുക്കുണ്ടായിരുന്നു. അവരാണ് പൂർണ്ണമായിട്ടും അത് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ ശില്പിയാണ് അംബേദ്കർ. അതുപോലെ തന്നെ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടെയാണ്. ഓക്കെ. നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അതെ. ഓക്കെ, മൗലാന. ഓക്കെ. നെക്സ്റ്റ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് നേടിയ ആദ്യ വ്യക്തി? ഓക്കെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കട്ടെ. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവോ? ആഡം സ്മിത്ത്. വെരി ഗുഡ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ? ഓക്കെ. ഇന്ത്യയുടെ രത്നം? ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥ പഠന ഉപഗ്രഹം? ഓക്കെ. അതെ അതെ അതെ, വെരി ഗുഡ്. അതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടി. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത്? ഓക്കെ. രാജ്യം ഏതായിരിക്കും ഉദയസൂര്യന്റെ? ജപ്പാൻ. വെരി ഗുഡ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടിയും ചോദിക്കാം. സൂര്യൻ ഒരിക്കലും അസ്തമിക്കാത്തൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് കോളനികൾ പിടിച്ചെടുത്ത ഒരു രാജ്യമാണത്. ഏതായിരിക്കും ആ സാമ്രാജ്യം? ബ്രിട്ടീഷ്. യെസ്. നോക്കൂ, ഇന്ത്യയിലെ ആദ്യ റെയിൽപാത? ഓക്കെ. റെഡ് ഫോർട്ട് നിർമ്മിച്ചത് ആരാണ്? നാഗാലാൻഡിന്റെ ഔദ്യോഗിക ഭാഷ? ഇംഗ്ലീഷ്. ഓക്കെ. ഭൂമധ്യരേഖ കടന്നു പോകാത്ത ഭൂഖണ്ഡം? ഓക്കെ. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ ഏത് വർഷത്തിലായിരുന്നു ഓർമ്മ ഉണ്ടോ? 2004. ഓക്കെ. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് 2013. ക്ലിയർ? ഓക്കെ.